നമസ്കാരം. നമ്മളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മക്കളായിരിക്കും. നമ്മുടെ മക്കൾ നമ്മുടെ പ്രതീക്ഷകൾ പലരും തകർത്ത് കളയും. പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും, ഓക്കെ, എൻ്റെ കുഞ്ഞങ്ങനെ ചെയ്യില്ല, എൻ്റെ കുഞ്ഞിങ്ങനെ ചെയ്യില്ല എന്നൊക്കെ വളരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇതെവിടെ വിഷയം വരുന്നില്ല, ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത് ഒരു പ്രായം കഴിഞ്ഞ് ഈ സ്വത്ത് തർക്കം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പല വീടുകളിലും അടിയോടടിയായിരിക്കും. എനിക്കറിയുന്ന ഒരു ഫാമിലിയിൽ ഒരു മനുഷ്യന് വളരെ നല്ല ലൈഫുള്ളൊരു ഫാമിലിയായിരുന്നു. അദ്ദേഹം അങ്ങ് മരണപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഭയങ്കര ബഹളമാണ്. ബഹളമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അത്യാവശ്യം നല്ല സ്വത്തൊക്കെ ഉണ്ട്. ഈ സ്വത്തിനെ പറ്റി ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ലായിരുന്നു. എന്തിനെടുക്കാൻ, അവരുടെ കുഞ്ഞുങ്ങളല്ലേ, മക്കളല്ലേ എന്നൊക്കെ കരുതും. പക്ഷേ അങ്ങനെയല്ല. അവർ തമ്മിൽ ഭയങ്കരമായ വഴക്കാണ്, മക്കൾ തമ്മിൽ. ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം ധർമ്മസങ്കടത്തിലായി. ഏത് രീതി നോക്കിയെന്ന് പറഞ്ഞാലും ഒരു കാര്യം പറയുമ്പോൾ അതെല്ലാവർക്കും വേണം, അടുത്ത കാര്യം പറയുമ്പോൾ അതെല്ലാവർക്കും വേണം. ആർക്കൊരു വിട്ടുവീഴ്ചയില്ല. കാരണം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയുന്നില്ല. പണ്ട് ഒരേ രീതിയിൽ സാഹചര്യത്തിൽ വളർന്ന മക്കളാണ്. പക്ഷേങ്കിൽ മക്കൾ വളർന്ന് വലുതായി അവർക്കൊരു കുടുംബമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായ ബഹളം. ഈ അമ്മേൻ്റെ അടുത്ത് വിളിച്ച് വിഷമം പറഞ്ഞാണ്. അപ്പം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനതിനെപ്പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ജീവിച്ചിരിക്കുന്ന സമയത്ത്, അത് സ്വത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട വ്യക്തി ജീവിച്ചിരിക്കുന്ന സമയത്ത്, നല്ല ബോധത്തോടിരിക്കുന്ന സമയത്ത്, ആരോഗ്യത്തോടിരിക്കുന്ന സമയത്ത് ഈ മക്കളെയൊക്കെ വിളിച്ചിട്ട് എന്തുവരെ നമ്മളുണ്ടാക്കുന്ന സ്വത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ടത് അവർക്ക് കൃത്യമായിട്ട് വിധിച്ചു കൊടുക്കണം. അവർക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അന്നേരം പറഞ്ഞ് സംസാരിച്ച് ഒരു മൂന്നാമതൊരാളെ കൂടെ വിളിച്ചിരുത്തി, അല്ലെങ്കിൽ ഒരു വിൽപ്പത്രമാക്കി വെക്കണം, അല്ലെങ്കിൽ ഒരു വില്ല് എഴുതി വെക്കണം, രജിസ്റ്റർ ചെയ്ത് വെക്കാം. പിള്ളേരോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, രജിസ്റ്റർ ചെയ്ത് വെക്കണം. കാരണം നമ്മുടെ മക്കളാണല്ലോ, മക്കൾ തമ്മിൽ എന്ത് ബഹളം ഉണ്ടാകാനാണെന്ന് ചിന്തിക്കുന്ന പല പേരൻസിനും തെറ്റിപ്പോകും ജീവിതത്തിൽ. അത് ഒരനുഭവമല്ല, ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട്. കാരണം സ്വത്ത് കിട്ടിക്കഴിയുമ്പം പിള്ളേരുടെ സ്വഭാവം മാറുന്നവരുണ്ട്. സ്വത്ത് കിട്ടാത്തതല്ല, കിട്ടിയിട്ടും കുറഞ്ഞു പോയെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇത്രയും സ്വത്തുണ്ട്, ഇല്ലാണ്ട് അവിടുത്തെ സ്വത്തോട് എനിക്ക് തന്നില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എപ്പോൾ സ്വത്ത് വീതം വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ആരോഗ്യത്തോട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല കാരണം ബോധം എന്ന് പറയാൻ കഴിഞ്ഞാൽ ഒരു സമയം കഴിയുമ്പോൾ ചിലപ്പോൾ ഓരോ വയ്യാഴിയുടെ കാരണത്തിൽ മനുഷ്യൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോകും. അവൻ പറയുന്നത് എന്തോന്ന് അറിയണമെന്നില്ല, എടുക്കുന്ന തീരുമാനം എന്തോന്ന് അറിയണമെന്നില്ല. അപ്പോൾ പറയുകയാണ്, അപ്പം ബോധമില്ലാത്ത സമയത്ത് അപ്പനെ കൊണ്ട് കള്ളവപ്പിട്ട് നിങ്ങൾ എടുത്തില്ല എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, നല്ല ആരോഗ്യത്തോടും ബോധത്തോടും ഇരിക്കുന്ന സമയത്ത് മക്കളെല്ലാം വിളിച്ചിട്ട് അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ ഇത് കൊടുക്കുക. എന്നിട്ട് അവരുടെ അപ്പൻ്റെ അമ്മയുടെ മരണശേഷമായിരിക്കണം എടുക്കുന്നത്. അതും ചെയ്യണം കേട്ടോ. കാര്യം കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്കൊരു വിൽപ്പത്രം എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ വസ്തു കൊടുക്കുകയോ ചെയ്യുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു വേണം. നിങ്ങൾ വെക്കേണ്ട ഏറ്റവും വലിയൊരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മരണശേഷം അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ മരണശേഷം ഈ സ്വത്ത് മക്കൾക്ക് എന്നൊരു രീതിയിൽ എഴുതി വെക്കണം. സ്വത്ത് കിട്ടി അന്ന് തൊട്ട് മക്കളുടെ സ്വഭാവം മാറുന്ന പല വീടുകളുമുണ്ട്. അപ്പം അത് അനുഭവിക്കുന്ന തന്തയും തള്ളയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ മക്കൾക്ക് ന്യായമായ രീതിയിലുള്ള അവകാശം കൊടുക്കണം. പക്ഷേ ആ അവകാശം കൊടുക്കുന്നത് അവരുടെ അറിവോടുകൂടി മക്കൾക്ക് നാളെ ഭാവിയിൽ വഴക്കുണ്ടാക്കാതിരിക്കുന്ന രീതിയിലുമായിരിക്കണം. കിളയ്ക്കും അവർക്ക് യാതൊരു ചിന്തയില്ല. അത് ഒരു മക്കൾക്കും ചിലപ്പം കാണത്തില്ല. ചില വീട്ടിലൊക്കെ ഏതെങ്കിലും ഒരു മക്കൾ ചിലപ്പം ഞാനീ പറഞ്ഞ വീട്ടിൽ 3 മക്കളാണ്, 3 പേരും കട്ടയ്ക്ക് നിൽക്കുക. സ്വത്തിൻ്റെ പേരിൽ ഭയങ്കര ബഹളം. അമ്മയെ എടുത്തിട്ട് ചിത്രവേദം ചെയ്യുകയാണ്. അമ്മ ആകപ്പാട് ധർമ്മസങ്കടത്തിലാണ്. അതുകൊണ്ട് പറഞ്ഞ് പല വീടുകളിലും ഈ സംഭവം സംഭവിക്കാറുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ, അവർ നമ്മളെ മനസ്സിലാക്കുമെന്ന്. വെറുതെ തെറ്റാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. താങ്ക് യു.